ശൈലേഷേ, സത്യം പറഞ്ഞോ, എനിക്കിപ്പം അറിയണം, നിനക്ക് മൊത്തത്തിൽ എത്ര കാമുകിമാരുണ്ടായിരുന്നു? ഇനി എത്ര പേര് കയറി ഇറങ്ങാനുണ്ട് ഇവിടെ? എന്റെ പൊന്ന് കാവ്യ, ഈ ലോകത്ത് ശൈലേഷ് ആയിട്ട് ഞാൻ മാത്രല്ലല്ലോ, വേറെ ഒരുപാട് കാണില്ലേ? അതേതോ ശൈലേഷ്, കാട്ടുകോഴി. ഇത് നിന്റെ ശൈലേഷ് ഏട്ടൻ. അപ്പൊ ജിതിന്റെ കൂടെ നിന്റെ പേര് വന്നതോ? അത് അവനോട് പോയി ചോദിക്കി. ആ, നിനക്കറിയായിരിക്കുമല്ലോ. അല്ല, അത് പോട്ടെ, നിനക്ക് ഇപ്പൊ മൊത്തത്തിൽ എത്ര എക്സ്മാരുണ്ടാവും പറഞ്ഞേ? അത് ഇപ്പൊ നീ മാത്രമേ എക്സ് ആയിട്ട്, വൈഫായിട്ട്. ഓ പിന്നെ തേങ്ങ തേങ്ങ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഒരു ഉടായ്പിന് കൂട്ടുവെക്കില്ല കേട്ടോ. അപ്പൊ നീ അവനായിട്ട് ഉണ്ടാക്കിയതോ? ഉടായ്പല്ലേ? ഇറ്റ് വാസ് ജസ്റ്റ് എ കാഷ്വൽ റിലേഷൻഷിപ്പ് മിനുട്ടി. ഇറ്റ് വാസ് ജസ്റ്റ് കാഷ്വൽ റിലേഷൻഷിപ്പ് മിനുട്ടി. മിണ്ടരുത്. എടി നിനക്കുണ്ടായിരുന്നല്ലോ കൊറേയോ? ആകെ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, അല്ലാതെ നിന്റെ പോലെ എന്തെങ്കിലും ഞാൻ മറച്ചു വെച്ചോ? ഇല്ലല്ലോ. ആ ലെവലാദ്യം ഒന്ന് പറഞ്ഞോ. ആ ലെവലാദ്യത്തോണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. നീ എന്റെ അടുത്ത് നിന്ന് എന്തിനിതെല്ലാം മറച്ചു വെച്ചു? ഞാൻ നിന്നെ പോലെ എപ്പോഴും ഓർത്തിരിക്കാറൊന്നുമില്ല, ഞാൻ മറന്നുപോയി. ഓഹോ, ഇപ്പൊ എളുപ്പമായല്ലോ ഓർക്കാനും കാണാനും ഒക്കെ. വെറുതെ അല്ല പ്രകൃതി ഭംഗിയുടെ പേരും പറഞ്ഞ് നീ ഇവിടെ തന്നെ വീടെടുത്തത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതെ, ഞാൻ മാത്രമല്ലേ വീട് കണ്ടേ, നീ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ? അതോ ഈ വീട് മാത്രമാണോ, വേറെ വല്ലതും കണ്ടിട്ടാണോ ഞാൻ അങ്ങനെ അറിഞ്ഞു? ആഹാ, ഇപ്പൊ സുഖായല്ലോ. വായി തോന്നി നന്നച്ച വിളിച്ച് പറയാലോ. ഞാൻ വേണ്ട ചത്തു. ചായ വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കുടിച്ചോ. പാലില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. പഴമരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. നീ കഴിച്ചോ കാവ്യേ? ഓ, എന്നൊക്കെ നടക്കും. കഴിച്ചില്ലെങ്കിൽ കഴിക്കോ. ബൈ. ഓ, ഫുഡൊക്കെ കഴിക്കണേ. എനിക്കറിയാം, ഞാൻ കഴിച്ചോളാം. ഞാൻ ഈ ലോണൊക്കെ അപ്രൂവ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. വേണമെന്നില്ല. തേഞ്ഞു. അയ്യോ, ഡോറടിച്ചില്ല. ശരിയാക്കി തരുന്നുണ്ട്. ഇന്നെല്ലാ കൊള്ളാൻ പുറത്തും പട്ടി തെണ്ടിച്ചേ. ഇങ്ങോട്ടൊക്കെ ഒരു പോണം. ശരിക്ക് തരടി. ഞാൻ എത്തി. ഞാൻ എത്തി. എവിടെ? ഇവളോ? നാണല്ലോ ഭാര്യയുടെ അക്കൗണ്ടിൽ ഒളിച്ചു കയറാനായിട്ട്. ഓ, ഭർത്താവിന്റെ അക്കൗണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് കേറിക്കോ കേറിക്കോ എന്ന് പറഞ്ഞതായിരിക്കും. അതേടാ, കേറും. കാരണേ അത് ഞങ്ങളുടെ അവകാശം. ഹോ, ഞാൻ മറന്നിരിക്കായിരുന്നു. ഫെമിനിസ്റ്റ് ആയിരുന്നല്ലേ? ഒരു മാറ്റിലൂടെ നിനക്ക്. അല്ല, നീയേ അന്ന്
അന്ന് എന്നെ ചതിച്ചിട്ട് പോയത് വേറൊരുത്തിക്ക് വേണ്ടിയായിരുന്നല്ലോ. എന്നിട്ട് അവളെയും ചതിച്ചിട്ടായിരിക്കും നീ ഇവളെ സെറ്റാക്കിയതല്ലേ? അതോ ഇനി അതിൻ്റെ ഇടയ്ക്ക് വേറെ വല്ല ക്യാരക്ടേഴ്സും ഉണ്ടോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മര്യാദക്ക് പറഞ്ഞോ. സംശയരോഗി ആ പാവം ചെയ്തിനെ എങ്ങനെ സഹിക്കണാവോ ഇതിന്? അയ്യടാ, അവനെ എന്നെ പൊന്നുപോലെ നോക്കണേ, അല്ലാതെ നിന്റെ പോലെ ആഭാസനല്ലടാ. എന്നിട്ടായിരിക്കും പഴയ കാമുകിയുടെ വീട് തപ്പിക്കണ്ടുപിടിച്ച് വന്നിട്ട് അതിന് മുന്നിൽ ഒരു വീട് മേടിച്ചിട്ടത്. ഇറ്റ്സ് എ കോയിൻസിഡൻസ് മാൻ. കോൺഫറൻസോ? കോൺഫറൻസ് അല്ല മണ്ട, കോയിൻസിഡൻസ്. ഓ, അവിഹിതത്തിന്റെ ഇംഗ്ലീഷൊക്കെ നമുക്ക് അറിയാണ്ട് പോയി. അവിഹിതം നിന്റെ മറ്റവക്ക്, അതിന് എന്നെയും കിട്ടൂല, എന്റെ ചെക്കനെയും കിട്ടൂല. അവിഹിതിക്കാൻ പറ്റിയൊരു മുതല്. എനിക്കെല്ലാം കൂടി കേട്ടിട്ട് പ്രാന്താവുന്നുണ്ട്. ഓ, ഇതെല്ലാം കേട്ട് പിന്നെ എനിക്ക് തുള്ളി ചാടാനല്ലോ വന്നേ. ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാൻ നാണമില്ലല്ലോ. നിനക്കെന്തായാലും അത് ആശുപത്രി കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതി. ജിതിനെ, നിങ്ങൾ വീട് മാറണം. എന്തിന്? ഞങ്ങളല്ല വാടകക്കാര്, നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾ മാറണം. അല്ല പിന്നെ? പക്ഷെ ഞങ്ങളല്ലേ ഇവിടെ ആദ്യം വന്നത്. അശ്ശേ, നഴ്സറി പിള്ളേരെ പോലെ ഗ്രോ അപ്പ് കാവ്യ. ജിതിനെ, പയ്യെ, പബ്ലിക് പ്ലേസ് ആണ്, നിന്റെ വീടല്ല. ഈ ടോക്സിറ്റി ഒക്കെ വീട്ടിൽ പോയി നിന്റെ പോകം കെട്ടിയോനോട് മതി. അവ മുത്താടാ മുത്ത്. ആ ഒരു കാര്യത്തിൽ എന്തായാലും എനിക്ക് നിന്നോട് നല്ല കടപ്പാടുണ്ട്. ഇല്ലാത്ത കള്ളത്തരമൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് പോയെങ്കിലും എനിക്ക് അവസാനം കിട്ടിയത് ഒരു തനി തങ്കത്തിനെ തന്നെയാ. തങ്കല്ല, തങ്കം. ഞാൻ പറയണില്ല. പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന എന്റെ അച്ഛനല്ലേ, അങ്ങേരോടുണ്ട് കടപ്പാട്. അച്ഛനെ പറഞ്ഞോടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യടോ? എടി, ക്യൂട്ട്നെസ് മെഴുകി വളർത്തല്ലോടി നീ എന്നെ. പോരാത്തതിന് പൊസീവ്നെസ് എന്നും പറഞ്ഞ എന്റെ സമാധാനങ്ങൾ മൂദേവി അടി നീ, മൂദേവി. എന്നെ ജിതിനെ, പൊസസീവ്നെസ്സിന് സ്പെല്ലിംഗ് എന്താണെന്നറിയോ നിനക്ക്? ഞാന് ബാങ്ക് മാനേജറാ, അല്ലാണ്ട് നിന്നെ പോലെ പിള്ളേരെ പഠിപ്പിക്കാണെന്ന് പറഞ്ഞു പോയി അവിടെ പോയി ഉറക്കണ പണിയല്ലേ എനിക്ക്. പ്രൊഫഷണൽ കളിയാക്കുന്നോടാ പട്ടി. നിക്കടി അവിടെ. എടി, എന്റെ കാവ്യ പോലും എന്നെ തല്ലിയിട്ടില്ല. നിന്റെ കുടുംബം ഞാൻ കലക്കുടി. എടി, എടി, നിന്നോട് നിക്കാല്ല പറഞ്ഞേ. ചേട്ടാ, നിർത്ത് നിർത്ത് നിർത്ത്. എന്റെ പൊന്നു പെങ്ങളെ മരിക്കാൻ പോകണം, വണ്ടിയിലാളുണ്ട്.